ത്തിന് ഇതുവരെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രകാശം എത്താത്ത സ്ഥലങ്ങളിൽ ആളുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഉയർത്തിയെടുക്കണ്ടേ എന്നൊരു ചോദ്യം ചോദിക്കാൻ ഒരു ഭരണകൂടത്തിന് തോന്നിയത് മാനവികത കൊണ്ട് നിർവചിക്കപ്പെട്ട ഒരു പൊതുബോധം നമ്മളെ എല്ലാവരെയും നയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതൊരു മറ്റൊരു സംസ്ഥാനത്ത് ഈ അതിദരിദ്രരെ കണ്ടെത്തുക എന്ന ഒരു ആശയം പോലും അവിടുത്തെ ഒരു നേതാവിനോട് പറഞ്ഞാല് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ കർമാർജിതമായിട്ടുള്ള കുഴപ്പം കൊണ്ട് സാധുക്കളായി ജനിച്ചു, അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്ന കർമ്മസിദ്ധാന്തത്തിലൂന്നിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഉദാസീനതയാൽ നയിക്കപ്പെടുകയാണ് ഭാരതത്തിന്റെ ഭൂരിഭാഗം ജനങ്ങളും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ സഞ്ചരിക്കുന്നയാളാണ്. കഴിഞ്ഞ മാസം ഞാൻ ബീഹാറിൽ പോയി, പല സംസ്ഥാനത്തിൽ പോയി, ഗുജറാത്തിൽ പോയി, പലയിടത്തും പോയി. അവിടെയൊന്നും സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. സാമ്പത്തികമായ മാറ്റങ്ങൾ, നമ്മളെക്കാളും വലിയ റോഡുകളും നമ്മളെക്കാളും വലിയ വ്യവസായങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ സാമൂഹികമായി മനുഷ്യരൊന്നാണ് എന്ന് വിചാരിക്കുന്ന, എല്ലാ മനുഷ്യരും നമ്മളെപ്പോലെ നന്നാവണം എന്ന് വിചാരിക്കുന്ന സമഭാവന നിർഭാഗ്യവശാൽ ഇന്ന് ഭാരതത്തിൽ ഞാനെങ്ങും കാണുന്നില്ല. നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാലോ, റിച്ച് ഗെറ്റിംഗ് റിച്ചർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ധനികൻ കൂടുതൽ ധനാഢ്യനാവുന്നു. അതിന്റെ മറുവശം എന്താണ്? സാധുക്കൾ കൂടുതൽ സാധുക്കളാകും. കേരളത്തിന്റെ മനസ്സിന് ഇത് യോജിക്കുകയില്ല.